ഹായ് നോക്കൂ, തനിച്ചിരിക്കാൻ പേടിയുള്ള നമ്മുടെ കുഞ്ഞു വാവ. ഇതാ നോക്കിയേ, കുഞ്ഞനിയനെയും കൂട്ടി അമ്മ എങ്ങോട്ടോ പോയി. എന്തു ചെയ്യാനാണ്, ഈ സുന്ദരി വാവ തനിച്ചുമായി. വീട്ടിൽ തനിച്ചിരുന്ന് ദാ മുറ്റത്ത് ഉറങ്ങുകയാണ്, കണ്ണു തുറന്ന് നോക്കുകയാണ്. അമ്മ വരുന്നുണ്ടോ, എൻ്റെ അനിയൻ വരുന്നുണ്ടോ, അങ്ങനെ വിഷമത്തോടെ നോക്കിയും ഉറങ്ങിയും സമയം കളയുകയാണ് ദാ നമ്മുടെ സുന്ദരി വാവ കേട്ടോ. അവനെ മുടി വെട്ടിക്കാൻ കൊണ്ട് പോകുമെന്ന് അമ്മ പറഞ്ഞിരുന്നു. മുടിയും വെട്ടി അച്ഛൻ്റെ വീട്ടിൽ പോയോ? ഒന്നും അറിയാൻ വയ്യല്ലോ. എൻ്റെ അമ്മയെ ആരെങ്കിലും കണ്ടോ? എൻ്റെ അനിയനെ കണ്ടോ? ഞാൻ തനിച്ചാണ് വീട്ടിൽ. കുഞ്ഞു വാവയല്ലേ ഞാൻ. എത്രയെന്നും പറഞ്ഞിങ്ങനെ കാത്തിരിക്കും അമ്മയെയും കുഞ്ഞനിയനെയും. അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുവാവ. ദാ നോക്കിയേ, പാവം തോന്നും കണ്ടാൽ. മാമൻ രാവിലെ കൊടുത്ത ചിക്കൻ ദാ അവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അമ്മ കുറച്ചൊക്കെ കഴിച്ചെന്ന് തോന്നുന്നു. തനിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ മാമൻ ഒരുപാട് വിഷമമായി. അങ്ങനെ ദാ കുറേ സമയം ആ കുഞ്ഞുവാവയുടെ അടുത്ത് മാമൻ ചെലവഴിച്ചു കേട്ടോ. ജോലിയും കഴിഞ്ഞ് നേരെ ഈ പിള്ളേരെ എന്നും കാണാൻ വരുന്നതാണ്. കുഞ്ഞിൻ്റെ മനസ്സുകൊണ്ട് ദാ മാമനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മേനെ കണ്ടില്ല, എൻ്റെ അമ്മ എങ്ങോട്ട് പോയാ എന്തോ. മനസ്സുകൊണ്ട് ഞാനും വേദനിച്ചു പോയി. ഇതാ നോക്കിയേ, അമ്മ വരുന്നത്. ആ കുഞ്ഞുവാവയ്ക്ക് ഒരു ധൈര്യം ആയി കേട്ടോ. ഇതാ നോക്കിയേ, വന്നുടനെ വളരെ സ്നേഹം കാണിക്കുന്നു. എന്നാലേ ആ കൂടെ പോയ കുഞ്ഞനിയനെ കാണുന്നില്ലല്ലോ. അമ്മയുടെ സ്നേഹം കണ്ടാൽ അറിയാം ഒരുപാട് താമസിച്ചാണ് അമ്മ വന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മാമന്. പാല് കൊടുത്തുകൊണ്ടിരുന്ന അമ്മ അതാ മാമൻ കൊണ്ടുവച്ചിരുന്ന ചിക്കനൊക്കെ എടുത്ത് കഴിക്കുകയാണ്. ആ കുഞ്ഞുവാവ അമ്മ കഴിക്കുന്നത് നോക്കി ചെറുപുഞ്ചിരിയോടെ അമ്മയോട് ചോദിക്കുന്നത് കേട്ടില്ലേ, അമ്മച്ചി നല്ല കാര്യമായി. ഒറ്റയ്ക്ക് കഴിക്കുന്ന അമ്മ, അത് മൊത്തവും കഴിക്കുന്നല്ല അമ്മച്ചി. കുറച്ച് എരി കൂടിപ്പോയി, നാക്ക് പൊള്ളുന്ന്. അത് കേട്ട് മോളിതാ അമ്മയോട് പുഞ്ചിരിയോടെ കുശലം പറയാനൊക്കെ തുടങ്ങിയിരിക്കുകയാണ് മോള്. ഇതാ നോക്കിയേ, ആ കുഞ്ഞു മണിയുടെ വേലത്തരങ്ങൾ കണ്ടില്ലേ അമ്മയുടെ അടുത്ത്. അമ്മ ആ സ്നേഹം കണ്ടപ്പോൾ ഓടിച്ചെന്ന് ഉമ്മ കൊടുക്കുകയും തടവുകയും എന്ന് വേണ്ട ഒരു ചെറിയ കളിയൊക്കെയാണ് ആ കുഞ്ഞിന് വരുന്നത്. ഇപ്പോൾ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാണ് ആ സുന്ദരിക്കുട്ടി കളിക്കുന്നത്. കൈയും കാലിട്ടടിക്കുന്നു, കാലിട്ടടിക്കുന്നു, കൈയിട്ടടിക്കുന്നു. അമ്മ സ്നേഹിച്ച് കൊല്ലുകയാണ് കേട്ടോ. അമ്മ തടവി തടവി കുഞ്ഞുവാവ കുഴിയിൽ വീഴുമോ എന്നറിയില്ല. ഇതാ ഇപ്പം തന്നെ വല്ലതും നടക്കും. ഓ വീണു, ഇതാ വീണാലും ചാടി കയറാനൊക്കെ ആയിട്ടുണ്ട് ആള്. അങ്ങനെ അത്രയ്ക്ക് സ്നേഹം കൊടുത്തപ്പോൾ കുഞ്ഞിന് വീണ്ടും പാൽ കുടിക്കാൻ കൊതി തോന്നി. അത് കഴിഞ്ഞതാ ഇവിടെ വീണ്ടും കളിക്കുന്നു. അമ്മ അങ്ങനെ റെസ്റ്റ് എടുത്ത് കിടക്കുകയാണ്. അമ്മയുടെ വാലി പിടിച്ച് കളിച്ച് കളിച്ച് കുഞ്ഞ് സമയം ചിലവഴിക്കുക തന്നെയാണ്. അമ്മ കളിക്കട്ടെ എന്നും പറഞ്ഞ് വാലിട്ട് വെട്ടിച്ച് കാണിക്കുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അതുപോലെ ഈ കുഞ്ഞനിയൻ എവിടെയാണെന്ന് അറിയില്ല, അമ്മ കൊണ്ടുപോയതാണ്. സ്ഥലം മാറ്റാൻ വേണ്ടി പ്ലാൻ ഉണ്ടോ എന്നറിയില്ല. എന്തായാലും ഒരു കുഞ്ഞിനെ കാണാനില്ല. അത് നമ്മുടെ ചെമ്പനാണ് കേട്ടോ, അവനെയാണ് കാണാത്തത്. അങ്ങനെ അമ്മ കറങ്ങി കറങ്ങി നടക്കുകയാണ്. ആ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചോ ഒന്നറിയില്ല. എന്തായാലും ഈ പൊന്നുമോളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാനാണോ തിരിച്ചു വന്നാന്നും അറിയില്ല. എന്തായാലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് എവിടെയെന്നുള്ളത് മാമൻ ഒരുപാട് വിഷമിക്കും കണ്ടുപിടിക്കാൻ. ഇങ്ങനെ പോയാൽ കുഞ്ഞുവാവകളെ കാണാൻ മാമൻ എന്ത് ചെയ്യും മല്ലയ്യ, ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും കുഞ്ഞിനെ കൊണ്ട് പോകാനുള്ള പരിപാടിയായിരിക്കും. ഒരു കുഞ്ഞിനെ കാണാനില്ല, വേറെ പൂച്ചകൾ വന്ന് കൊണ്ടുപോയോ എന്നറിയില്ല. എന്തായാലും നമുക്ക് ഒരു ദിവസം കൂടെ കഴിഞ്ഞ് നോക്കണം. അതുപോലെ തന്നെ പൂക്കൊല തറയിലടിക്കുന്നത് പോലെയാണ് വാലിട്ടടിച്ച് ആ കുഞ്ഞിനെ കളിപ്പിക്കുന്നത്. ശ്രദ്ധയോടെ കണ്ണുടച്ച് അമ്മ കിടക്കുന്നെങ്കിലും കുഞ്ഞിന് കളിക്കാൻ വേണ്ടിയിട്ട് വാല് കറക്കി കറക്കി വിടുകയാണ്. ദാ കുഞ്ഞ് അതനുസരിച്ചുള്ള കളിയാണ് കളിക്കുന്നത്. അങ്ങനെ സ്നേഹത്തോടുള്ള കളിയും ചിരിയും അവിടെ ഒരുപാട് നടക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് രസിക്കാൻ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ. എന്നാൽ ആ കൂടെ ഉള്ള ഒരു കുഞ്ഞു മണിയെ കാണാനില്ല. അത് വളരെ ഒരു വിഷമം തന്നെയാണ്. എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണേ എന്നൊരു പ്രാർത്ഥനയാണ് മാമനുള്ളത്. വീണ്ടും അവരെ രണ്ടുപേരും കണ്ടെങ്കിലേ നമുക്കൊരു സന്തോഷം കാണുള്ളൂ. കുഞ്ഞു കുഞ്ഞു കളികൾ മാമൻ്റെ ഫാമിലിയെ കാണിക്കാൻ ഇനിയും ഒരുപാട് കൊതിയാണ് മാമനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതാ ഒരാൾ ഇവിടെ കുഴി പോയി. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരും. അതുവരെ എല്ലാവർക്കും ഓക്കേ, ബൈ.